നല്ല മുളക് ഇട്ട ചോറ പീസും കൂടി പൂളക്കറി പൂളക്കറി വല്ലാത്തൊരു ഗ്രേവി തന്നെ കേട്ടോ. ഏലാഞ്ചി ചാറും കൂടി ഒന്ന് പിടിച്ചു നോക്കാം. ഇന്ന് രാവിലെ അജേഷ് ചായ കുടിക്കാൻ പോകാറ് വിളിച്ചപ്പോഴാണ് ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ മുന്നേ കണ്ടു വെച്ചതാണ്, ഇപ്പം ഇതിരെ പോയിട്ടില്ല. നമ്മളെ കോഴിക്കോട് തന്നെയാണ്, കോഴിക്കോട് ചെറുകുളം. നമ്മളൊക്കെ വീടിൻ്റെ ഭാഗത്തൊക്കെ ചെറുകുളം കൊടുത്തുമ്പോൾ റൂട്ടാണിത്. അപ്പോൾ അവിടെ ഒരു ചെറിയ നാടൻ സ്പോട്ട് ഉണ്ട്. ഇതാ ഊണ് പൊറോട്ട, ഒരു പഴയ നമ്മളെ നാടൻ അങ്ങനത്തെ ഒരു ഇതൊക്കെ നമ്മളെ ചെറുപ്പുറത്തിൽ പോകുന്ന റൂട്ടാണത്. ഇത് നമ്മളെ ചെറുകുളം, വളവിനെ ചെറുകുളം ബസാറെത്തി അവിടെ ഒരു സുഖേട്ടൻ്റെ തട്ടുകട. ഞാനതിൽ പോകുമ്പോഴൊക്കെ അതിങ്ങനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. എന്നാണ് കയറിയത്. നമ്മളെ ചില്ലറമാരെ പലഹാരങ്ങളൊക്കെ വെക്കുന്ന ഒരു 1-2 പേര് പണിക്കെടുക്കുന്ന ഒരു മലയാളി ആൾക്ക് പണിക്കെടുക്കുന്ന അങ്ങനെ ചെറിയൊരു ഷോപ്പ് ഉണ്ടല്ലേ ഏലാഞ്ചി. അപ്പം ഞങ്ങളകത്ത് കയറിയിരുന്നു. എന്താ പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കയറി ഇരിക്കുമ്പോൾ തന്നെ ഒരു സുഖമായിട്ട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇതാ. അപ്പോൾ എന്തായാലും പുട്ട് പൊറോട്ട സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ തന്നെ 2 ലക്ഷം പുട്ട് വെച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വരട്ടതാ, നല്ല ആവി പറക്കുന്ന പുട്ട്. ഇപ്പോൾ പൂളക്കറി ഉണ്ട് പറഞ്ഞപ്പോൾ ഒന്നത് കഴിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പൂളക്കറിൻ്റെ വീഡിയോ ഇട്ട് ഓർമ്മ ഉണ്ടോ? പിന്നെ ബീഫിൻ്റെ കറി അല്ലേ, ഇതേപോലത്തെ കറി നമ്മൾ കോഴിക്കോട് അധികം കിട്ടാറില്ല. നമ്മൾ കട്ടി തിക്ക് ഗ്രേവി അല്ലേ, അതാണ് ഒന്ന് പറഞ്ഞിട്ട് കണ്ടതിനെ കൊണ്ട് ഇതാ ഒരു ബീഫിൻ്റെ കറിയും പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പേ അതൊന്ന് കണ്ടോളി. ആ ആവി പറക്കുന്ന നമ്മൾ ആ നെയ്യെ കൂറി കിടക്കുന്ന ആ ഒരു ബീഫിൻ്റെ കറി ബാക്കി എന്നിട്ട് കഴിച്ചിട്ട് ബാക്കി പറയട്ടോ. പൂളക്കറി, ബീഫിൻ്റെ കറി, പുട്ട് ഒക്കെ പറയുന്നുണ്ട്. ഇന്നലെ ബീഫ് കഴിച്ചതിനെ കൊണ്ട് ഇന്ന് പൂളക്കറി മതിയുമെന്ന് ഒരുത്തൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ബീഫിലേക്ക് എത്തിക്കോളും. എൻ്റെ അടുക്കൽ ഏലാഞ്ചൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. ഒരു പീസ് എടുത്തിട്ട് ഇതാ. ഇനി ആ പുട്ടൊന്നത് അങ്ങനെ പൊട്ടിച്ച് ആ ബീഫിൻ്റെ നല്ല ഗ്രേവിയിൽ മുങ്ങി ഇതാ പൂളക്കറി. ബീഫ് വേണ്ട പൂള മതിയുമെന്ന് കഴിക്കുകയാണ്. കാണാം. പുട്ട് അത്യാവശ്യം ഇട്ടിട്ടോ, നല്ല ക്വാണ്ടിറ്റി വലിയ പുട്ട്. എന്തായാലും ഇതിങ്ങനെ പൊട്ടിച്ച് മോനെ ബീഫ് എന്തായാലും ഈ കഴിക്കേണ്ടി വരും കേട്ടോ. ഇതാ ഇങ്ങനെ എടുത്ത് അടിപൊളി. കുറച്ച് ചാറെടുത്ത് കഴിച്ചു നോക്ക്. ചാറ് കഴിച്ചു നോക്ക്. അപ്പം അറിയുമ്പോൾ ചാറ് എന്നൊക്കെ പറയാം. അതിൻ്റെ കൂടെ ബീഫ് പോകും ക്വാളിറ്റി പോകുന്ന. ഇതാണ് നമ്മളൊക്കെ ഡയറ്റ്. കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട്. അപ്പം പിന്നെയും കുറച്ച് ചാറ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബീഫിൻ്റെ ചാറ് കുറച്ചും കൂടി തന്നിട്ടുണ്ടല്ലോ. കറി നല്ല പുട്ടല്ല, കുറച്ച് കറി തോന്നണമല്ലോ. ഇതിങ്ങനെ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ചൊരു കഥയൊക്കെ പറഞ്ഞിരിക്കുക. ഒന്ന് കുടിച്ച് കിടന്നോട്ടെ. ഇതിനൊരു പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിലേ, ഈ ഒരു പപ്പടം പറയാം ശേഷം ഇത് നന്നായിട്ട് ഇതങ്ങനെ മിക്സാക്കി ഒരു കഷ്ണം ബീഫ് നല്ല ഇറച്ചി അങ്ങോട്ട് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക. അതങ്ങോട്ട് ഇതങ്ങനെ അങ്ങോട്ട് എടുത്ത് അടിപൊളി. അപ്പോൾ സുഖമായിട്ട് പപ്പടമായിട്ട് വന്നിട്ടുണ്ട്. ഷാർലി എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കത് മതി. ഇനിയാണ് പുട്ടും പപ്പടവും. അങ്ങനെ പൊടിക്കുക, പുട്ടങ്ങനെ മിക്സാക്കുക. പിന്നെ ഇവിടെ കറി, അതിന് മീൻകറി ആണെങ്കിൽ എന്താണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ബീഫിൻ്റെ കറി അതിങ്ങനെ എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക. ഇതിന് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സാക്കുക. പുട്ട് പപ്പടം അത് വല്ലാത്തൊരു കോംബോ ആണ്. നന്നായിട്ട് മിക്സാക്കി അങ്ങോട്ട് എടുത്ത് കഴിക്കുക. അടിപൊളി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അടിപൊളി തന്നെയാണ്. എല്ലാ പീസും ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ബീഫിൻ്റെ കറി. അതിൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് ചായ. അതാണ് അതിൻ്റേതായ ഒരു കോംബോ. ആ എരിവുണ്ടല്ലോ, ചായയും കൂടി ആകുമ്പോൾ 10 ഇരട്ടിയാവും. അപ്പം എന്തായാലും എല്ലാം അങ്ങോട്ട് തീർത്താളുടെ പരിപാടി. അങ്ങനെ പൊട്ടിച്ചു. അപ്പം രസമല്ല, നമ്മളെ ഗ്രേവി കഴിഞ്ഞപ്പോൾ മുപ്പത് കുറച്ചും കൂടി ഗ്രേവി വേണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ട്. ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ നാടൻ സ്പോട്ടിലൊക്കെ പോയല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അവരിങ്ങനെ നോക്കി നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും.
രണ്ടും പാടി മിക്സ് ആക്കി ഏലാഞ്ചി ഈ പഴംപൊരിയും ബീഫ് പറഞ്ഞു അതേമാതിരി തന്നെ ഏലാഞ്ചി ഉപ്പും അടിപൊളി. അതായിട്ട് ഇടക്കട്ടെ, ഞാനത് അങ്ങോട്ട് തീർക്കട്ടെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറി അല്ലേ, ഒരുപാട് കറി കൂട്ടുന്ന ആള്. അപ്പം ഇങ്ങനെ കുഴച്ച് നുണ വരുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. നോക്കട്ടെ, ഇതാ ഏലാഞ്ചി വാങ്ങിച്ചാൽ തന്നെ നന്നായി. നല്ല എരുണ്ട്, ഒരു പീസ് മതി. കഷ്ണം ഉണ്ടോ, തേങ്ങ പഴം അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അങ്ങനെ എടുത്ത് ചാറിൻ്റെ കൂടെ അങ്ങ് കൂട്ടി പിടിക്കും. നമ്മൾ പഴംപൊരി കൊണ്ട് കഴിച്ചിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടാ. ഓൻ അടുത്ത ഏലാഞ്ചി പറയാൻ പാടും. സംഭവം അടിപൊളി സാധനം കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അത് നോട്ടിട്ടിരുന്നു കേട്ടോ. നല്ല വലുപ്പം, നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല. ചില കാലത്തൊക്കെ ഒരു കടി അടിക്കുമ്പോഴേ തീർന്ന ടൈപ്പ് ഏലാഞ്ചി ചെയ്ത് നോക്കിയാട്ടെ. വലിയ പ്ലേറ്റ് നിറച്ചുണ്ട് സാധനം. നമ്മുടെ പൂളക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള പൂളക്കറി അത് പറഞ്ഞ് കഴിച്ചു നോക്കാം. ഇത് ശരിക്ക് നല്ല മീനിന്റെ മുളകിട്ട ചാറ് വേണം ഈ പൂളക്കറിന്റെ മുകളിൽ ഒഴിക്കാൻ. ഇങ്ങനത്തെ നാട്ടുമ്പുറത്തുള്ള അങ്ങനത്തെ ഒരു കോംബോ കിട്ടുള്ളൂ. അടിപൊളി സംഭവം സെറ്റാണ്. പുളക്കറി എന്ത് കഴിക്കും, ഭയങ്കര ടേസ്റ്റുള്ള സാധനമല്ലേ. പൂളക്കറി കഴിഞ്ഞ സമയം പിള്ളേർ പോയപ്പം എല്ലാം പോളയും മീൻകറിയും അതേപോലെ തന്നെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇത് കിട്ടുള്ളൂ, ടൗണിലൊന്നും പോയി കിട്ടുക. രാത്രിയൊക്കെ ഉണ്ടാകട്ടോ, അല്ല വൈകുന്നേരം ഉണ്ടോ, എല്ലാം കിട്ടൂല. ബീഫൊക്കെ രാവിലെ കഴിച്ചാൽ മതി. ചോറുണ്ടോ? ചോറിനുള്ള പണികളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടല്ലോ കേട്ടോ. ബാക്കി നമ്മള് രാവിലത്തെ കറികളൊക്കെ. അപ്പം എന്തായാലും മൊത്തത്തിൽ ഇങ്ങനെ നാടൻ ഫുഡ് സ്പോട്ട് പോയിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നവർക്കൊക്കെ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഈ ചാറ് വല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും ഞങ്ങൾ കഴിച്ചോ കഴിഞ്ഞുകൊണ്ട് ഇനി വല്ല ബില്ലൊക്കെ കൊടുത്തിട്ട് ഞാൻ ലൊക്കേഷൻ കാണിച്ചത് റോഡ് സൈഡ് തന്നെയാണ്. അവിടെ ഇത്രയും കഴിച്ചിട്ട് ആകെ 252 റുപ്യ ആയിട്ടുള്ള. ആ ബീഫിന് 120 രൂപ മറ്റാണ് പറഞ്ഞത്. പിന്നെ അജേഷ് ആ ഏലാഞ്ചി ഒരു 10 പാർസലും വാങ്ങി എൻ്റെ സ്റ്റാഫ് കൊടുക്കാൻ വേണ്ടി. അടിപൊളി സാധനമാണ് എന്തായാലും. അപ്പോൾ ഞങ്ങൾ എല്ലാതൊക്കെ വാങ്ങി ഇറങ്ങി. സുഖേട്ടൻ്റെ തട്ടുകട ചെറുകുളം ഭാഗത്താട്ടോ. ഗൂഗിൾ മാപ്പിൽ ചെറുകുളം ബസാർ സെർച്ച് ചെയ്താൽ മതി. ബസാർ അവിടെയാണല്ലോ. ചെറുകുളം എത്തുന്നതിന് മുമ്പേ പറയാം. അപ്പം ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.